നമസ്കാരം. ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് സ്റ്റാച്യു എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ് സ്റ്റാച്യു, കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം. ആദ്യം സ്റ്റാച്യു എന്ന സ്ഥലനാമം എങ്ങനെ സിദ്ധിച്ചു എന്ന് പരിശോധിക്കാം. 1858 മുതൽ 1872 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന കുംഭകോണം സ്വദേശി രാജ സർ ടി മാധവറാവുവിൻ്റെ സ്മാരകമായി അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചതോടെയാണ് ഈ പ്രദേശം സ്റ്റാച്യു എന്ന പേരിൽ അറിയപ്പെട്ടത്. ഔദ്യോഗിക വേഷം അണിഞ്ഞു നിൽക്കുന്ന പ്രതിമ 1892 കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അനാച്ഛാദനം ചെയ്തത്. അതായത് സ്റ്റാച്യു എന്ന സ്ഥലനാമത്തിന് പ്രായം 132 വർഷം. 1828 ജനിച്ച മാധവറാവു 1891 അന്തരിച്ചു. രാജാവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1872 മെയ് 11 ദിവാൻ പദവി ഒഴിഞ്ഞു. തുടർന്ന് ഇൻഡോറിലെയും ബറോഡയിലെയും ദിവാൻ പദവി വഹിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. മാധവറാവുവിൻ്റെ പിതാവ് രംഗറാവു 1837 തിരുവിതാംകൂറിൽ ദിവാന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല മാധവറാവുവിൻ്റെ അമ്മാവൻ വെങ്കിട്ടരായർ 1822 തിരുവിതാംകൂർ ദിവാനായിരുന്നു. സ്റ്റാച്യു എന്ന് അറിയപ്പെടുന്നതിന് മുമ്പ് പകിടശാല എന്നും ഹജൂർ കച്ചേരി എന്നും പുത്തൻ കച്ചേരി എന്നും ചാവടി നട എന്നും ഒക്കെ സ്റ്റാച്യു എന്ന പ്രദേശം അറിയപ്പെട്ടിരുന്നു. അതിനു മുമ്പ് ഇവിടം പൊറ്റയായിരുന്നു, കുറ്റിക്കാട് മൂടിയ പൊറ്റ പ്രദേശം. കാട് വെട്ടിത്തെളിച്ച് 1817 റാണി പാർവതിബായി ചന്ത സ്ഥാപിച്ചു. തിങ്കളാഴ്ച തോറും കൂടിയിരുന്ന ചന്ത പുത്തൻ ചന്ത എന്ന് അറിയപ്പെട്ടു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ചന്ത പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കാൻ തീരുമാനമായി. കൊല്ലത്ത് പ്രവർത്തിച്ചിരുന്ന ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സോതി തിരുനാൾ മഹാരാജാവാണ്. കോട്ടയ്ക്കകത്ത് പ്രവർത്തിച്ചിരുന്ന കുതിരാലയം പുനരുദ്ധീകരിച്ചാണ് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത്. റാണി ലക്ഷ്മിഭായി ഭരണാധികാരിയായിരുന്ന കാലത്താണ് ഹജൂർ കച്ചേരി കൊല്ലത്ത് സ്ഥാപിച്ചത്. അതിനു മുമ്പ് കച്ചേരി ആലപ്പുഴയിലായിരുന്നു. രാജ കേശവദാസനാണ് ആലപ്പുഴയിൽ കച്ചേരി സ്ഥാപിച്ചത്. കോട്ടയ്ക്കകത്ത് കച്ചേരി പ്രവർത്തിക്കുന്നത് അഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവിടെ നിന്നും കച്ചേരി മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പുത്തൻചന്ത ഇന്ന് ആയുർവേദ കോളേജ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച ശേഷം ആനക്കച്ചേരി സ്ഥാപിക്കുകയായിരുന്നു. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ബ്രിട്ടീഷ് മാതൃകയിൽ ആധുനിക ഭരണ സമ്പ്രദായം ആവിഷ്കരിച്ചു. തുടർന്ന് കുറച്ചുകൂടെ വിപുലമായ ഒരു കച്ചേരി പണിയാൻ ദിവാൻ ടി മാധവറാവു തീരുമാനിച്ചു. നാഗഞ്ചേരി മനയിലെ വാസുദേവൻ നമ്പൂതിരി, ലഫ്റ്റനന്റ് ഹോഴ്സിലി എന്നിവരുടെ കൈവശ ഭൂമി ഏറ്റെടുത്താണ് കച്ചേരിക്ക് സ്ഥലം കണ്ടെത്തിയത്. 1865 ഡിസംബർ 7 ശിലയിട്ടു. 1869 ജൂലൈ 8 നിർമ്മാണം പൂർത്തിയായി. ബാർട്ടൺ സാഹിബായിരുന്നു ചീഫ് എഞ്ചിനീയർ. ഡോറിക് ശൈലിയിലുള്ള തൂണുകളും ഗോതിക് ജനാലകളും മണിമാളികയും അലങ്കാര മുഖപ്പുകളുമുള്ള വാസ്തുശില്പ ശൈലിയാണ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തെ ആകർഷകമാക്കുന്നത്. ഒന്നാം ഘട്ട നിർമ്മിതിക്ക് ഇരുമ്പ് വേലിയടക്കം 9,76,015 പണം ചെലവിട്ടു. മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നുള്ള കൽപ്പണിക്കാരെയാണ് കെട്ടിട നിർമ്മാണത്തിനായി കൊണ്ടുവന്നത്. ഇവരുടെ പരദേവതയാണ് സ്പോർട്സ് കൗൺസിൽ ഓഫീസിന് സമീപമുള്ള ഉച്ചിനി മഹാകാളിയമ്മൻ. പിൽക്കാലത്ത് കച്ചേരിയുടെ തെക്കും വടക്കും ഭാഗങ്ങളിലായി 5 ഘട്ടങ്ങളിലായി പുതിയ മന്ദിരങ്ങൾ പണിതു. 1802 മുതൽ 1809 വരെ തിരുവിതാംകൂർ ദളവയായിരുന്ന ധീരവിപ്ലവകാരി വേലുത്തമ്പി ദളവയുടെ പ്രതിമ സെക്രട്ടേറിയറ്റ് വളപ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രശസ്ത ആർട്ടിസ്റ്റ് പൂജപ്പുര ശ്രീധരൻ നായർ വരച്ച വേലുത്തമ്പിയുടെ ഛായാചിത്രത്തിന് ശില്പഭംഗി നൽകിയത് പ്രശസ്ത ശില്പി നാഗപ്പയാണ്. ആദ്യകാലത്ത്
ഹൈക്കോടതിയും ജില്ലാ കോടതിയും നിയമസഭാ ചേംബറും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് കച്ചേരിക്കുള്ളിലാണ്. തിരുക്കൊച്ചി സംയോജനം വരെ ഹജൂർ കച്ചേരി എന്നാണ് സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്നത്. സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഇന്നത്തെ സെൻട്രൽ സ്റ്റേഡിയം ഒരു കാലത്ത് പുത്തൻ കച്ചേരി മൈതാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒട്ടേറെ സമ്മേളനങ്ങൾക്ക് ഇവിടം വേദിയായിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം ഈ മൈതാനിയിലാണ് നടന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് മരിക്കാർ മോട്ടേഴ്സ് പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് പഴയ കാലത്തെ ക്യാപിറ്റോൾ സിനിമാ തിയേറ്റർ പ്രവർത്തിച്ചിരുന്നത്. ആദ്യകാല ചലച്ചിത്രങ്ങൾ ഇവിടെയാണ് പ്രദർശിപ്പിച്ചിരുന്നത്. സെക്രട്ടേറിയറ്റിനും പാളയത്തിനും ഇടയിലുള്ള പ്രദേശം സ്പെൻസർ ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്പെൻസർ എന്ന സ്വകാര്യ സ്ഥാപനമാണ് ഈ പേര് നേടിക്കൊടുത്തത്. ഇതിനടുത്തുള്ള ട്യൂട്ടേഴ്സ് ലൈൻ വിവിധ കോളേജുകളിലെ ട്യൂട്ടർമാരുടെ അധിവാസം സമ്മാനിച്ച തെരുവ് നാമമാണ്. യൂണിവേഴ്സിറ്റി കോളേജ് മന്ദിര നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കമ്മാളരുടെ പരദേവതയാണ് ട്യൂട്ടേഴ്സ് ലൈനിലെ ഉച്ചിനി മാകാളി അമ്മൻ. ഇന്നത്തെ AGS ഓഫീസ് വളപ്പിലായിരുന്നു ആദ്യത്തെ നിയമവിദ്യാലയം. 1874 ദിവാനായിരുന്ന ശേഷയ്യ ശാസ്ത്രിയാണ് വിദ്യാലയം ആരംഭിച്ചത്. പിന്നീട് ഈ ശാല ബാട്ടൺ ഹില്ലിലേക്ക് മാറ്റി. ഇതിന്റെ വികസിത രൂപമാണ് ഇന്നത്തെ ലോ കോളേജ്. നിയമവിദ്യാലയം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് ആദ്യം AGS ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിന്റെ ഡോക്ടറായിരുന്ന ശങ്കരമൂർത്തി പിള്ളയാണ് AGS ഓഫീസിനായി 1.5 ഏക്കർ സ്ഥലം വിട്ടു നൽകിയത്. AGS ഓഫീസിന് മുന്നിലായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരുന്നത്. റോഡിന് വീതി കൂട്ടിയപ്പോൾ അവിടെ നിന്നും പാളയത്തേക്ക് മാറ്റി. 1891 സ്ഥാപിച്ചതാണ് സ്പെൻസർ ജംഗ്ഷനിലുള്ള സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്. ഗോതിക് ആർച്ചുകളും ബരോക്ക് മുഖവാരവും ഈ പള്ളിയുടെ രൂപകൽപ്പനയിൽ ഇടകലരുന്നു. സെക്രട്ടേറിയറ്റിന് പിന്നിലായി തിരുവനന്തപുരം പ്രസ് ക്ലബ് സ്ഥിതി ചെയ്യുന്നു. പത്രപ്രവർത്തകനായ ശിവറാമിന്റെ സ്മരണ നിലനിർത്തുന്ന പ്രസ് ക്ലബ് മന്ദിരത്തിന് 1963 EMS നമ്പൂതിരിപ്പാട് ശിലയിട്ടു. 1969 മെയ് 19 ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. 1839 സർക്കാർ അച്ചുകൂടം ആരംഭിച്ചത്. ഇതിന്റെ വികസിത രൂപമാണ് ഇന്നത്തെ ഗവൺമെന്റ് പ്രസ്. സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഒരു റോഡിന്റെ പേര് ഉപ്പളം റോഡ് എന്നാണ്. കൊട്ടാരങ്ങൾക്കും കോവിലകങ്ങൾക്കും വേണ്ടിയുള്ള ഉപ്പളം നിലനിന്ന സ്ഥലമായതിനാലാണ് ഉപ്പളത്തിലേക്കുള്ള വഴി ഉപ്പളം റോഡായത്. കവടിയാറിലും ഒരു ഉപ്പളം ഉണ്ടായിരുന്നു. ഉപ്പിട്ടാംവിള എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.